പവിത്രം പുത്തൻ പ്രമവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദിയാണെങ്കിലും വിക്രം അവിടെ ഇല്ലാത്ത സമയത്ത് വിക്രമിൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജ് നോക്കുകയായിരിക്കും. അതൊരു വോയിസ് മെസ്സേജ് ആയിരിക്കും, മറ്റാരുടെ അല്ല, ആ ഒരു രാഷ്ട്രീയക്കാരുടെയൊക്കെ ആയിരിക്കും. എന്നിട്ട് പറയുമായിരിക്കും, നമ്മൾ വെക്കാമെന്ന് പറഞ്ഞ പോസ്റ്റർ ഉണ്ടല്ലോ, ഇലക്ഷനൊക്കെ അടുക്കല്ലേ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഞാനിപ്പോൾ എന്തായാലും ഒന്ന് അയച്ചിട്ടുണ്ട്, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നീ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചയച്ചാൽ മതി, ആ ഫ്ലെക്സ് ഞാൻ അവർക്ക് അയക്കാനായിട്ട് കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും അതിൽ കുറേ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വരുത്തി വേദയുടെ ചിത്രവും വിക്രമും കൂടി നിൽക്കുന്ന ആ ഒരു കല്യാണത്തിൻ്റെ ഒരു പിക്ചറൊക്കെ ആക്കി അത് ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയായിരിക്കും. ഈ സമയം വിക്രമാണെങ്കിൽ വരുമ്പോൾ വേദയുടെ കയ്യിൽ വിക്രമിൻ്റെ മൊബൈൽ കാണുമായിരിക്കും. അപ്പോൾ വേദയെടുത്ത് ചൂടായിക്കൊണ്ട് ചോദിക്കുകയായിരിക്കും, നിനക്ക് എന്തിനാ എൻ്റെ മൊബൈൽ എടുക്കേണ്ട ആവശ്യം, നീ എന്തിനാ എൻ്റെ മൊബൈൽ എടുത്തത്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, നിൻ്റെ അടുത്ത് ആരടി എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചൂടാവുന്ന സമയത്ത് വേദയാണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കുന്നുണ്ടാവില്ല. എന്നിട്ട് പറയും, എന്താ എന്താ ഞാൻ എടുത്താലേ എന്ന് പറഞ്ഞ് ചൂടായിക്കൊണ്ട് വിക്രമിൻ്റെ നേർക്ക് ഇങ്ങനെ വരികയായിരിക്കും. അപ്പോൾ വിക്രമാണെങ്കിൽ വാതിലിൻ്റെ അവിടേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി വാതിലിങ്ങനെ മുട്ടുമായിരിക്കും. വിക്രമിനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. വേദയാണെങ്കിൽ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ ആണല്ലോ. എന്നിട്ട് പിന്നെ വിക്രമാണെങ്കിലും പറയും, നിൻ്റെ അടുത്ത് ആരുടെ എൻ്റെ മൊബൈൽ എടുക്കാൻ പറഞ്ഞേ. അപ്പോൾ പറയും, എന്തപ്പോൾ ഭാര്യ മൊബൈൽ എടുത്തെന്ന് വെച്ചിട്ട് എന്തപ്പോൾ പറ്റുക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ആ ഒരു ഫ്ലെക്സൊക്കെ വെക്കുന്നതായിരിക്കും. പക്ഷേ ഫ്ലെക്സ് നമ്മുടെ വേദയാണെങ്കിലും അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക വിക്രമും വേദയും ആ ഒരു കല്യാണ ഫോട്ടോയിൽ നിൽക്കുന്നതൊക്കെ ആയിരിക്കേ. അപ്പോൾ ആ ഒരു ഫ്ലെക്സൊക്കെ കണ്ടു കഴിയുമ്പോൾ രാധയ്ക്കാണെങ്കിൽ ആകെ കലി വരികയായിരിക്കും. എന്നിട്ട് അതൊക്കെ കാണുമ്പോൾ ആകെ നെഞ്ചു പൊട്ടി തകർന്നുകൊണ്ട് രാധ നേരെ വരുന്നത് വിക്രമിൻ്റെ അടുത്തായിരിക്കും. എന്നിട്ട് പിന്നെ വിക്രമിൻ്റെ അടുത്ത് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ വിക്രമാണെങ്കിലും പറയുന്നുണ്ട്, ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തോന്നല്ല, അത് ആരാണ് ചെയ്തതെന്ന് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിച്ചോളാം, ഞാനല്ല അങ്ങനെ ചെയ്തത്, നീ വേണമെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ രാധ എടുത്താണെങ്കിലും വിക്രമ പറയുന്നുണ്ടാവേ. അങ്ങനെ ഈ ഒരു ഫ്ലെക്സ് എല്ലാ ഭാഗത്തും വെക്കുകയായിരിക്കും. അത് കഴിയുമ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ആ ഇലക്ഷനിൽ നിൽക്കുന്ന ആൾ തന്നെ അത് കാണുമ്പോൾ വിക്രമിനെ വിളിച്ച് കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ വിക്രമാണെങ്കിലും പറയുന്നുണ്ട്, അത് ഞാൻ അയച്ചു കൊടുത്തതല്ലേ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ രാഷ്ട്രീയക്കാരൻ പറയുമായിരിക്കും, ഇനിയിപ്പോൾ വേറെ ഒരു വഴിയില്ല, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഞാനിനി കാണുന്നില്ല, എന്നാലും നിൻ്റെ ഭാഗം ക്ലിയർ ആവൂ, നമ്മൾ തമ്മിലുള്ള അടുപ്പമൊക്കെ എല്ലാവർക്കും അറിയാം, അപ്പോൾ നീ ഇങ്ങനെ ഓരോ നെഗറ്റീവ് ചെയ്യുമ്പോൾ അത് ഇലക്ഷനെ ബാധിക്കും, എനിക്ക് പിന്നെ ആരും വോട്ട് ചെയ്യൂല, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവൾ ഒഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് വീണ്ടും നിങ്ങൾ വിവാഹം കഴിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുമായിരിക്കും. അപ്പോൾ പിന്നെ അത്രയും വലിയൊരു ബന്ധമുള്ള ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുമ്പോൾ പിന്നെ വിക്രമിനാണെങ്കിലും വേറെ വഴിയില്ലല്ലോ. അപ്പോൾ വിക്രമാണെങ്കിലും സഹി കേട്ടിട്ട് അതിന് തയ്യാറാവുമായിരിക്കും. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് കാര്യം അവതരിപ്പിക്കുകയായിരിക്കും. അപ്പോൾ വേദയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും. ശരിക്കും താലി കെട്ടാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ താലിക്ക് മഹത്വമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വീണ്ടും ഭാര്യയായിട്ട് അംഗീകരിക്കുമല്ലോ, അപ്പോൾ അച്ഛനെങ്കിലും ഇനിയിപ്പോൾ എന്നെ അംഗീകരിക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കും വേദയ്ക്കാണെങ്കിലും. അങ്ങനെ അവർ വീണ്ടും ഒന്നുകൂടെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവുമായിരിക്കും.